ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി കാര്യമാണ്. ഇന്നൊരു പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് ടൈമാണ് പഴംപൊരി. ഞാനൊരു നോട്ടത്തിൽ തന്നെ ഫുള്ളിൻ്റെ ബ്രെയിനിലെത്തും. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാൻ പഠിച്ചാണ്. അപ്പോൾ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. ഞാനൊരു പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമുക്ക് ഫസ്റ്റ് വേണ്ടിയ പഴമാണ്. ഈ പഴമാണോ അറിയില്ല, ഫ്രിഡ്ജിൽ നിന്ന് പഴം എടുക്കാം. അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ നിന്നാണ് പഴം എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പഴം എടുക്കാൻ പോകും. അപ്പം ഗൈസ്, 2 പഴം ഫ്രിഡ്ജിലുണ്ട്. അപ്പം ഇതൊക്കെ എടുത്ത് നമുക്ക് സെറ്റാകാം ഗൈസ്. അപ്പം നമുക്കൊരു കട്ടിംഗ് ബോർഡ് വേണം. ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പഴങ്ങളെ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഗൈസ്, നമ്മൾ പഴം കട്ട് ചെയ്യാൻ പോകുന്നു. പഴം കട്ട് ചെയ്യാൻ വെച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടി ഒന്നല്ല. അപ്പം ഞാൻ വേഗം പഴം കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ മറന്ന് പഴത്തിൻ്റെ തൊലി ഒന്ന് ആക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നല്ല വാഷ് പഴം വാഷാണ്. പിന്നെ നമ്മൾ പഴത്തിൻ്റെ തൊലി പൊക്കി കണ്ടോ ഗൈസ്, ഈ കറുത്ത ഭാഗം നമ്മൾ വേസ്റ്റ് ചെയ്യണം. ഇത് പറഞ്ഞു അപ്പോൾ അങ്ങനെ റൂൾസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പഴം വലിയ പീസാക്കി കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയാണ് അത്. അപ്പം ഒരു വലിയ പീസും ബാക്കിയൊക്കെ ചെറിയ പീസും ആക്കുകയാണ്. പഴംപൊരിയും പറയുമ്പോൾ നമുക്ക് വലിയ പഴംപൊരിയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ എനിക്കിഷ്ടം. എനിക്ക് മറ്റേ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ മാറി കഷ്ണം ഇങ്ങനെ ആക്കുന്ന ബാലൻസ്. അപ്പം ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. പഴംപൊരി പറഞ്ഞാൽ ഏത് ഷേപ്പായാലും ഒക്കെ ടേസ്റ്റൊക്കെ കണക്കല്ലേ. അപ്പം ഫസ്റ്റ് നമ്മൾ പഴം ഇങ്ങനെ കട്ട് ചെയ്യണം. വാവ്, നല്ല ഭംഗിയുണ്ട്. അപ്പം ഉമ്മ ചോദിക്കും പൊട്ടാറ്റോ കാണാം, ഭയങ്കര ടേസ്റ്റി. അപ്പം നമുക്ക് വേഗം കട്ട് ചെയ്യാം. ഞാൻ ഇതുവരെ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് ടാടാ. അപ്പം ഞാൻ ഇതാക്കിയിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സാധനങ്ങളൊക്കെ വേണം. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതാ. ഇപ്പം അപ്പത്തിൽ എനിക്ക് പറയാനറിയില്ല, അപ്പം മറന്നുപോയി. അപ്പം ഇപ്പം തന്നെ ഇവിടെ എത്തിപ്പെടുന്നതാണ്. 1 2 3 ചടാ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ബൗളാണ് വേണ്ടത്. അപ്പം ബൗളിൽ ഫസ്റ്റ് ഇടേണ്ടത് നമുക്ക് മൈദപ്പൊടിയാണ്. അപ്പം ബൗളിൽ മൈദപ്പൊടി നമുക്ക് ഇടണം. മൈദപ്പൊടി എങ്ങനെ ഇടാമെന്ന് ഞാൻ കാണിച്ചു തരാം. സ്പൂണ് നമുക്ക് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് നന്നായി തുടയ്ക്കണം. പിന്നെ നമ്മൾ ഒരു സ്പൂൺ മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ മൈദ. അല്ലെങ്കിൽ കൂടിപ്പോവും, അല്ലെങ്കിൽ എന്തോ ആയിട്ടും ഞാൻ ഉമ്മ ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആയാലോ വെച്ചിട്ടാണ്. ഒരു ഇത്രയൊക്കെ മൈദ മതിയാവും. ഇത്രയൊക്കെ ഇരിക്കും. ഇത്ര തന്നെ ഈ മൈദ ഇത്ര അതിലേക്ക് ഇടുക. അപ്പം ഇട്ടാൽ നിങ്ങൾക്ക് കൂടുതലായി തോന്നും ചിലപ്പം, പക്ഷെ കൂടുതലല്ല. ഞാൻ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ മൈദ ഇടുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ മൈദ ഇടുള്ളൂ. ഇനി നമുക്ക് വേണ്ടി പത്തിരിപ്പൊടിയാണ്. ഇത്തിരി പത്തിരിപ്പൊടി. അപ്പം ഞങ്ങൾ ഇതൊക്കെ കൂടി മിക്സ് ഉണ്ടാക്കാൻ സ്പൂൺ ഇടുന്നുണ്ട്. പത്തിരിപ്പൊടിയൊക്കെ നല്ലോണം മൈദപ്പൊടിയൊക്കെ നല്ലോണം കൂട്ടിയിട്ട് പത്തിരിപ്പൊടി ഇടണം. പത്തിരിപ്പൊടി ഇടുന്നതിന് നന്നായി തുടയ്ക്കണം. പിന്നെ ഈ പാത്രം
മൈദപ്പൊടി 5 സ്പൂണ് 6 സ്പൂണാണ് തോന്നുന്നത്. അപ്പം നമുക്ക് മൈദപ്പൊടി 5-6 സ്പൂൺ ഇടാം. ഇപ്പം തന്നെ ഇടാം ഗൈസ്. സോറി ഗൈസ്, ഞാൻ മറന്നുപോയി. മൈദ 5-6 സ്പൂണ് വേണം എന്നാണ് ഞാൻ മറന്നുപോയത് ഗൈസ്. അപ്പം 2 സ്പൂൺ ഉണ്ടായി. പിന്നെ 4, പിന്നെ 5 ആയോ? പിന്നെ 6 പൈസ. അപ്പം ഇത്ര നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പം ഇനി നമുക്ക് സ്പൂണ് വെള്ളം വെക്കാം. ഇത് മൂടിയിടാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പത്തിരിപ്പൊടി ഒരു സ്പൂണ് മതിയാവും. 1 സ്പൂണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വേണ്ട, ഇത്ര മതി. അപ്പം അത്രയും കൂടി ഇട്ടാൽ മതി. പത്തിരിപ്പൊടി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ മൈദയാണ്. അപ്പം മൈദ കണ്ണിലാവാണ്ട് സൂക്ഷിക്കണം. മൈദ ഇത്തിരി മതി. ഇതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. മൈദ ഇത്തിരി ഇട്ടിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യാം. വാട്ടർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് സ്പൂൺ കുറച്ച് ആഴത്തിലേക്ക് ഇടണം. ഓക്കെ, ഇനി നമുക്ക് വാട്ടർ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ വാട്ടർ ആഡ് ചെയ്യാൻ പോവാണ്. കുപ്പിത്തെ വെള്ളം ആണ് നല്ലത്. നല്ല വെള്ളം കുപ്പിത്താണ്. അപ്പം ഞാൻ കുപ്പിത്തെ വെള്ളമാണ് എടുക്കാൻ പോകുന്നത്. വാവ് ഗൈസ്, ഇങ്ങനെയാണ് ഇടുക ഗൈസ്. ഇത് നമുക്ക് കുറച്ച് ജെല്ലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടിയത്. തുള്ളി ഇത്ര മതി തൽക്കാലം. അപ്പം നമ്മൾ സ്പൂൺ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഒന്ന് കലക്കണം. വാവ്, വെരി സൂപ്പർ ഗൈസ്. പക്ഷേ ഇത്ര പോരല്ലോ. ഒന്ന് കട്ട പിടിച്ചെന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചില്ല. കുപ്പി കുറച്ചും കൂടി വേണം. നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. എന്നാലേ ഉള്ളൂ നല്ലോണം പോകും. ഗൈസ്, ഇതെന്താ കുഴപ്പം? കൈ കൊണ്ടാണോ കുഴക്കേണ്ടിയെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ ഗൈസ്. ഇതെന്തോ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. നമ്മൾ കുറച്ചും കൂടി വെള്ളം വേണമെന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടി വയ്ക്കാം. ഓഹോ, ഇത്രയൊക്കെ മതി. എല്ലാം കലക്കണം, നന്നായി കലക്കണം. ഓയ്യേ ഗൈസ്, വിചാരിച്ച മാതിരിയൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്. കുറച്ചും കൂടി വെള്ളമാണ്. ഇത് ഓവർ കട്ട പിടിച്ചു. അപ്പം നമുക്ക് കട്ടയല്ല വേണ്ടി, നമുക്ക് ജെല്ലി മാതിരി ആവാൻ വേണ്ടി. ജെല്ലിയും പറഞ്ഞാൽ കുറച്ച് നമ്മളെ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ അവിടെ കുറച്ച് നമുക്കൊരു ഫ്ലഷി ജ്യൂസൊക്കെ മാതിരി തോന്നില്ലേ, അതുമാതിരി കാണും. ഇതുമാതിരി ഫ്ലഷി ആണ്. അപ്പം നമുക്ക് എല്ലാ ഭാഗവും ഇതുമാതിരി ഇങ്ങനെ ആക്കാം. അവിടെയൊക്കെ ഇങ്ങനെ ആക്കി വടിക്കാം ഗൈസ്. ഇത് ഇനിയും കുറച്ചും കൂടി പൊടി ഇടണം. വേണ്ട, ഇത്ര തന്നെ ധാരാളം ഗൈസ്. കുറച്ചും കൂടി വേണം. ശാലോ ഗൈസ്, വേണ്ട. അപ്പം ഇങ്ങനെ തന്നെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് കലക്കുക. വാവ്, ഇത് സൂപ്പർ. തുള്ളിയും കൂടി വെള്ളം ഒഴിച്ചാൽ നന്നാകും. കുറച്ചും കൂടി അപ്പുറത്തുള്ളതിനൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് തുള്ളിയും കൂടി വെള്ളം ഒഴിച്ച് കൂടിക്കോട്ടാൻ വെച്ചിട്ട്. വാവ് ഗൈസ്, അപ്പം നമുക്ക് ഇങ്ങനെ കേട്ടോ വേണ്ടിയത്. നല്ല എളുപ്പമുള്ള ഒരു സാധനമാണിത്.
പക്ഷെ കട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല എന്നുള്ളൂ. അതുമാത്രമല്ലേ പണിയുള്ളൂ. സാരമില്ല, നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കാം. വാവ് ഗൈസ്, ദിസ് ഈസ് മൈ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഹാപ്പിനെസ് കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഓ ഗൈസ്, പ്രത്യേക കാര്യമുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കൂടിപ്പോയത്. ഇപ്പം ഞാൻ തുള്ളിയുള്ള ഇട്ടില്ലേനി, അപ്പം ഇപ്പം തന്നെ ഭയങ്കര മഞ്ഞായി. അപ്പം നിങ്ങൾ ഓവർ ഇടാൻ പാടില്ല, ഒരു സുഖം പോവും. അപ്പം ടേസ്റ്റ് ഇത് മഞ്ഞളിൻ്റെ ടേസ്റ്റ് ആവും. അപ്പം ഇനി നമുക്ക് നമ്മളെ പഴം എടുത്ത് ഇതിലേക്ക് ഇടാം. ഓരോരോന്നായിട്ട് വേണം ഇടാൻ. ഞാൻ ഒരു കഷ്ണം പഴം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ നന്നായി സ്പൂണിട്ടിട്ട് ഇത് അബ്സോർബ് ചെയ്യിപ്പിക്കുന്നുണ്ട്.